ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓൾറെഡി പറയാം, എൻ്റെ കയ്യിലിപ്പോൾ മറ്റേ ഇന്ത്യൻ ലൈസൻസ് ഒറിജിനലാണ് ഉള്ളത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടറൈസ് ചെയ്തിട്ടാണ് ഞാനിവിടെ വണ്ടി ഓടിക്കുന്നത്, പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നത്. ആ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഡെലിവറി ജോലി ചെയ്യാം, അല്ലാണ്ട് ടാക്സിയിലുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം ഇപ്പോൾ പോലീസുകാർ ഇവിടെ പിടിക്കാൻ നേരത്ത് നമ്മുടെ അടുത്ത് ഇൻ്റർനാഷണൽ ലൈസൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രയോറിറ്റി നമുക്ക് കിട്ടും വണ്ടി ഓടിക്കാനായിട്ട്. അതെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് ആ സമയത്തായത് വിസ വേണം, പിന്നെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ മതി, പിന്നെ ഒരു ഫോട്ടോയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ ആവശ്യമുള്ളത്. ഏകദേശം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടും. 1 ഇയറാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇപ്പോൾ റഷ്യയിലോട്ട് വരാൻ നിൽക്കുന്നവർ എന്തായാലും മസ്റ്റായിട്ട് ഒറിജിനൽ ഡ്രൈവ് ലൈസൻസ് കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു പ്രൈവറ്റ് വണ്ടി എടുത്ത് ഇപ്പോൾ ഡെലിവറിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത്, പിന്നെ നമ്മുടെ കുറച്ച് ടൂറിസ്റ്റ് ക്ലയൻസ് ഈ അടുത്ത് കുറച്ച് പേര് ദുബായിൽ നിന്ന് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ നമ്മളെന്തായാലും കാണിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇപ്പോൾ ടൂറിസം ഇവിടെ എപ്പോൾ വന്നാലും ടൂറിസത്തിന് സ്കോപ്പുള്ളൊരു രാജ്യമാണ്. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് സമ്മറിൽ മാത്രം ടൂറിസം നടക്കും അങ്ങനെയല്ല. ഇപ്പോൾ നിലവിൽ ഇവിടെ സമ്മർ തുടങ്ങുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ വിൻ്റർ ആയാലും മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നവർക്കൊക്കെ, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നവർക്കൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ വന്നാലും ഇവിടെ ഫെസിലിറ്റീസിന് യാതൊരു കുറവുമില്ല. ഞങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണിത്, ടൂറിസത്തിനായാലും എന്തിനായാലും. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ലാണ്ട് നമുക്ക് കുറച്ച് വേക്കൻസികൾ ഇപ്പോൾ പുതിയതായിട്ട് ജോബ് ചെയ്യുന്ന വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഡയറക്റ്റ് കമ്പനി വിസയാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് വരുന്ന വെൽഡേഴ്സ്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ, മിനിമം 6 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഇവിടെ ഹയർ ചെയ്യുന്നത്. 3 വർഷത്തെ വർക്ക് വിസയാണ് വരുന്നത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ജോലി അത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് നമ്മുടെ ഡൽഹിയിൽ വെച്ച ഒരു ഏജൻസിയിൽ നിങ്ങൾക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾ വെൽഡേഴ്സ് ആണെങ്കിൽ വെൽഡ് ചെയ്ത് കാണിക്കുന്നതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. മിനിമം 6 വർഷം എക്സ്പീരിയൻസ് വേണം. ഏകദേശം 1 ലാഖിന് മുകളിൽ നിങ്ങൾക്ക് സാലറി പാക്കേജ് കമ്പനി പറയുന്നുണ്ട്. പിന്നെ കമ്പനി തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ എല്ലാ വർഷവും കൂടുമ്പോഴും റിട്ടേൺ ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്, അതായത് വെൽഡേഴ്സ്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ, ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് മിനിമം 6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ റഷ്യ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അതുകൂടാതെ തന്നെ ടൈലേഴ്സ്, അതായത് ടൈലേഴ്സിന് മിനിമം 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തയ്യൽ അറിയാം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അവർക്കും ഇപ്പോൾ പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതും ഡയറക്റ്റ് കമ്പനി വിസ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് മന്ത്ലി ടാക്സും കാര്യങ്ങളൊക്കെ കമ്പനി പേ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 50,000 to 60,000 റൂബിൾസ്, ആ ഒരു റേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം വരുന്ന. ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു വേക്കൻസികളാണ് വന്നത്. പിന്നെ ഇനിയിപ്പോൾ മോസ്കോയിൽ പുതിയ കുറേ കമ്പനികളിൽ നിന്ന് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. നമ്മളെ വിശ്വാസമുണ്ട്, നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ വെള്ളേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന മലയാളീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇത് വേറെ റീജിയനിലായിരിക്കും കേട്ടോ, നമുക്ക് മോസ്കോയിലായിരിക്കില്ല കമ്പനി വരുന്നത്, വേറെ റീജിയനിലായിരിക്കും. അത് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. മലയാളീസ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ മഞ്ഞുള്ള സമയത്തൊക്കെ വർക്ക് കുറച്ച് ഹെവി ആയിരിക്കും. എങ്കിൽ പോലും നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്ക് മിഗ്, ടിഗ്, വെൽഡിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുന്നവർക്ക് പ്രയോറിറ്റി കൂടുതലാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നാട്ടിൽ നിന്ന് വന്നവർക്കുള്ള ന്യൂ വേക്കൻസികൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം.
പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിലവിൽ ചൂടാണ്. അതായത് ഏകദേശം 24 ഡിഗ്രി ടെമ്പറേച്ചറാണ് നിലവിൽ ഇവിടെ ഇപ്പോൾ കറണ്ട്ലി ഉള്ള ടെമ്പറേച്ചർ. ചൂടാണ്, അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചൂടുണ്ട്. പിന്നെ രാത്രിയാണെങ്കിൽ നല്ല തണുപ്പുമാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവണേ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത ആഴ്ച പെട്ടെന്ന് -5 പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്. പിന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് വരാൻ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബെസ്റ്റ് ടൈമാണ്. കാരണം ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ മോസ്കോയിൽ തന്നെ ഒരുപാട് കമ്പനികളിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ റഷ്യയിൽ നിലവിൽ മോസ്കോയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിലവിൽ ഇപ്പോൾ ലൈവിൽ 2-3 കമ്പനികളിൽ വേക്കൻസികളുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്ത് തന്നതിന്. അപ്പോൾ അത് നിങ്ങൾ തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോസ്കോയിൽ നിലവിൽ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ആ കമ്പനിയിൽ നമ്മൾ കയറ്റി തരുന്നതാണ്. പിന്നെ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ കമ്പനി വിസയുടെ പുതിയ കുറച്ച് വേക്കൻസികളും കൂടെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേഷൻസ് ഞാൻ അറിയിക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ വെൽഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞതും നമ്മുടെ ഇനി വന്ന വീഡിയോസിൽ അതിനെപ്പറ്റിയുള്ള കുറച്ച് കൂടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. എങ്ങനത്തെ രീതിയിലാണ് ജോലി എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ നമുക്ക് വെയർ ഹൗസിലോട്ടാണെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ പുതിയ ഒരു വിസ കിട്ടാനായിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓസോണിലോട്ടുള്ള വിസ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ഇയർ വിസയുടെ കോൺട്രാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എക്സാം ഉണ്ട്. അത് പാസ്സായാലാണ് നിങ്ങൾക്ക് പിന്നീട് പുതുക്കി കിട്ടുള്ളൂ. 1 ഇയർ വിസയുടെ പരിപാടി അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ 2-3 കമ്പനികളും കൂടെ നമുക്ക് അപ്ഡേഷൻസ് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ റഷ്യയിലെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് വരുന്നതായിരിക്കും. മാക്സിമം ഇവിടെ മാറുന്ന പല നിയമങ്ങളും എനിക്കറിയാവുന്ന നിയമങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ പുതിയ വീഡിയോയിലൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം മാക്സിമം. പിന്നെ എന്താ പറയുക, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് നിങ്ങളോട്ട് എത്തിക്കണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റഷ്യയിൽ മെയിനായിട്ട് ടൂറിസ്റ്റായിട്ട് വരാനുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത്, അതായത് നിങ്ങൾ ഏത് രാജ്യത്തു നിന്നായിക്കോട്ടെ, നിങ്ങളിപ്പോൾ റഷ്യയിൽ ടൂറിസ്റ്റായിട്ട് വരാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ കസ്റ്റം ചെയ്ത് തരാൻ തയ്യാറാണ്. അതായത് മോസ്കോയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗും മാത്രമല്ല ഇവിടെ കാണാനുള്ള, ഇവിടെ വേറെ പല പരിപാടികളും ഉണ്ട്, പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ കസ്റ്റം ചെയ്ത് തരും. നിങ്ങൾക്ക് എത്ര ദിവസമാണോ വേണ്ടതെന്നുള്ള അതിനനുസരിച്ചുള്ള വിസ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്, നമുക്കറിയാവുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പറയും. അല്ലാണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്പോട്ട് കാണാനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാക്കേജുകൾ നമ്മൾ കസ്റ്റം ചെയ്ത് വരും. ഓക്കെ, അതാണിപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്തായാലും പുതിയ കുറച്ച് സ്പോട്ടിലൊക്കെ പോകുന്നുണ്ട്. അതെന്തായാലും വഴിയെ നിങ്ങളിലോട്ട് എല്ലാവരോട്ടും നമ്മൾ എത്തിക്കുന്നതാണ്. ഈ മോസ്കോയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗും കാണണം, അത് കാണേണ്ട ഒരു സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റാണ് ഇവിടെ വന്നവർക്ക്. പക്ഷേ അതല്ലാണ്ട് വേറെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അത് പയ്യെ, നമുക്ക് സമയമില്ല, ഇപ്പോൾ നിലവിൽ ബിസിയാണ്, പക്ഷേ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ അവിടെയൊക്കെ പോയി ഫുള്ളൊന്ന് കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇന്ത്യയിൽ നിന്ന് മെയിനായിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ ആരും ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോലി ചെയ്യരുത്, അത് പക്ക ഇല്ലീഗലാണ്. ടൂറിസ്റ്റ് വിസ നിങ്ങൾക്ക് കിട്ടി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോബ് വിസയിലോട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഒരുപാട് പേര്, എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോൾ വെയർ ഹൗസിൽ പെട്ട് കിടക്കുവാണ്. വീട്ടിൽ അതായത് 3-4 ലക്ഷം രൂപ മേടിച്ച് ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെട്ടിരിക്കുവാണ്. വീട്ടിൽ തിരിച്ച് പോകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോൺ എടുത്താണ് വന്നത്, ആ പൈസ അവർ തിരിച്ച് ആക്കിയിട്ട് പോകുന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ട്രാപ്പിലൊന്നും പോയി പെടരുത്. പിന്നെ ബിസിനസ് വിസയിൽ വന്നാൽ ഇവിടെ ജോലി ചെയ്യുന്ന ഇല്ലീഗലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പുതിയതായിട്ട് റഷ്യയിലോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.